ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റാഷിസ് കിച്ചൻ. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഷാർജ ഷേക്കായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നല്ല സൂപ്പർ ടേസ്റ്റുള്ള പീനട്ട്സ്, ബദാം, കാഷ്നട്ട്സ് എല്ലാം ചേർത്തുള്ളൊരു നല്ലൊരു സൂപ്പർ ടേസ്റ്റുള്ളൊരു ഷാർജ ഷേക്കാണ്. അത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിനു മുമ്പേ നമ്മുടെ ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, താഴെ കാണുന്ന ബെൽ ബട്ടൺ ഓളൊന്നും പ്രസ് ചെയ്തൊന്ന് സപ്പോർട്ടൊന്ന് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഷേക്കിന് ആവശ്യമായിട്ട് നമ്മുടെ പീനട്ട്സ് എടുത്തിട്ടുണ്ട്, കശുവണ്ടി എടുത്തിട്ടുണ്ട്, പിന്നെ ബാദാം ഒരു 12 എണ്ണം, കിസ്മസ് ഒരു 12 എണ്ണം, പിന്നെ ഈത്തപ്പഴം ഒരു 8-9 എണ്ണം എടുത്തിട്ടുണ്ട്. അതെല്ലാം കൂടി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇപ്പോൾ തണുത്ത പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ആ തണുത്ത പാലൊഴിച്ച് ഇതൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ആ തണുത്ത പാലൊഴിച്ച് ഒന്ന് നമുക്ക് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ പൊടികൾ ചെറുതായിട്ട് കഷ്ണങ്ങളുണ്ടെങ്കിലും കുഴപ്പമില്ല. നമുക്കിതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്കും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് വരാം. ഇതാ ഇപ്പോൾ നമ്മൾ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ചെറിയ കഷ്ണങ്ങളൊക്കെ ഉണ്ട്, അത് കുഴപ്പമില്ല. ഇനി നമുക്ക് പാല് കട്ടയാക്കിയത് നമുക്കൊന്ന് അടിച്ചെടുത്തൊന്ന് ജസ്റ്റ് ഒന്ന് മെൽറ്റാക്കി എടുത്തിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. പാൽക്കട്ടകളെല്ലാം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ 5 ടേബിൾ സ്പൂണാണ് ഞാനിവിടെ പഞ്ചസാര ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ 2 ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്കും കൂടി ഉണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് 2 കവർ 5 രൂപയുടെ 2 പാക്കറ്റ് ബൂസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം. ബൂസ്റ്റ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. നമ്മുടെ ഷാർജ ഷേക്ക് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നമുക്കിതിനകത്തേക്ക് ഞാനിപ്പോൾ പഴമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് അടിക്കുന്ന സമയത്ത് പഴം ഉണ്ടെങ്കിൽ പഴമൊക്കെ ചേർത്ത് കൊടുക്കുക, നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ സർവിങ് ഗ്ലാസ്സിലേക്ക് നമുക്ക് ഷേക്കൊക്കെ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഗ്ലാസ്സിലേക്ക് ചേർത്ത് കൊടുത്തത് ഈ ബൂസ്റ്റിൻ്റെ പൊടിയും പാലും കൂടി മിക്സ് ചെയ്തതാണ്. അതാണ് നമ്മുടെ ഡെക്കറേഷന് വേണ്ടി ഒന്ന് ജസ്റ്റ് ചേർത്ത് കൊടുത്തതാണ്. വേണമെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുത്താൽ മതിയാകും. ഇനി നമ്മുടെ ഷേക്ക് ഡെക്കറേഷൻ ചെയ്യാനായിട്ട് നമ്മുടെ ബൂസ്റ്റ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് പീനട്ട്സും കശുവണ്ടിയൊക്കെ ചേർത്ത് കൊടുത്ത് ഡെക്കറേഷനാക്കി എടുക്കാം. സിമ്പിളായിട്ടും വളരെ ഹെൽത്തി ആയിട്ടുമുള്ളൊരു ഷാർജ ഷേക്കാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും ആരും മറക്കല്ലേ. ഒന്ന് സപ്പോർട്ടൊന്ന് ചെയ്തേക്കണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയുമായി ഞങ്ങൾ വീണ്ടും വരുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.